Okay, now let's see another problem. Here, ഞാൻ ഒരു DFA വരച്ചിട്ടുണ്ട്. DFA ഒരു finite automata വരച്ചിട്ടുണ്ട്. Okay, so let's see whether this particular finite automata is regular or not. Okay, അപ്പോൾ ഇതിന്റെ ലാംഗ്വേജ് നിങ്ങൾ ആദ്യം പറയൂ. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കറിയാം ലാംഗ്വേജ് എന്താണ്? L is equal to X B A Y അല്ലേ? Where X comma Y belongs to A comma B star. Okay, ഇതാണ് ഈ പർട്ടിക്കുലർ ലാംഗ്വേജ് വരുന്നത് അല്ലേ? ഈ ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് ലാംഗ്വേജ് ഇതല്ലേ വരുന്നത്? ബി എ എന്തായാലും വരും, അതിന്റെ മുമ്പ് എക്സ് വരാം, എൻഡിങ്ങിൽ ഇറ്റ് ക്യാൻ എൻഡ് വിത്ത് വൈ ആൻഡ് വേർ എക്സ് കോമ വൈ ബിലോങ്സ് ടു എ കോമ ബി സ്റ്റാർ. ഓക്കെ, now we have to check if this particular finite automata is regular or not. Okay, അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം നമ്മുടെ ഒരു മിനിറ്റ്, ആദ്യം നമ്മൾ എൻ എന്താ നോക്കൂ. എൻ ഇവിടെ എത്രയാ വരുന്നത്? നമ്മൾ നേരത്തെ എൻ 9 എന്ന് പറഞ്ഞു, നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ. ഇവിടെ എൻ എത്രയാ വരിക? വി ആർ ഹാവിംഗ് 3 സ്റ്റേറ്റ്സ്, റൈറ്റ്? സോ ആർ എൻ വിൽ ബി 3 ഫോർ ഷുവർ. ഓക്കെ, ഇനി നമുക്ക് ആ പെർട്ടിക്കുലർ എന്താ പറയാ കണ്ടീഷൻസ് നമ്മൾ ആദ്യം ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, സോ ദാറ്റ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആദ്യം ആ കണ്ടീഷൻസ് എഴുതി കഴിഞ്ഞാൽ തന്നെ യു വിൽ ഗെറ്റ് 1 മാർക്ക് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ഇഫ് യു ഡോണ്ട് റൈറ്റ് യു വിൽ ലൂസ് മാർക്ക്. സോ ദാറ്റ് ഇസ് ദി അതർ സൈഡ് ഓഫ് ഇറ്റ്. അപ്പൊ ആദ്യം നിങ്ങൾ ആ കണ്ടീഷൻസ് എഴുതുക. എന്തൊക്കെയായിരുന്നു കണ്ടീഷൻസ്? എക്സ് ഈക്വൽ ടു യു വി ഡബ്ല്യു, മോഡ് യു വി should be less than or equal to n and mode v should be greater than 0. u v raised to t w should belong to the language n. ഇത്രയുമാണ് നമ്മുടെ കണ്ടീഷൻസ് വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ നോക്കാനായിട്ട്. ഇതെല്ലാം സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ദിസ് പെർട്ടിക്കുലർ ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഇസ് റെഗുലർ. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാ? ഞാൻ എക്സ് യു വി ഡബ്ല്യു ഞാൻ എങ്ങനെയാ ഡിവൈഡ് ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ u I am going to take it as null. Okay, v ne I am going to take v as just a. അതായത് ഞാനൊരു കാര്യം പറയാം. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒരു സ്ട്രിങ് x ഈക്വൽ ടു a b എന്നുള്ളൊരു സ്ട്രിങ് എടുക്കാം നമുക്ക് എക്സ്. See, it can be anything. Okay, ഞാനിവിടെ ഈ ലാംഗ്വേജിനനുസരിച്ച് വെറുതെ ഒരു സ്ട്രിങ് എക്സാമ്പിൾ എക്സ് ആയിട്ട് എടുത്തു മാത്രം, ബിക്കോസ് അതിനെ ബേസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്റെ യുവിനെ ഞാൻ നള്ളാക്കി വെച്ചു, വി ഈക്വൽ ടു എ കൊടുത്തു, ആൻഡ് എന്റെ ഡബ്ല്യു ബാക്കി എന്തായിരിക്കും? എന്റെ യു വി ഡബ്ല്യു മൂന്നും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? എക്സ് കിട്ടണം. ഓക്കെ, അപ്പൊ എന്റെ ഡബ്ല്യു എന്തായിരിക്കും? ഒരു എ കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്റെ ഡബ്ല്യു എന്ത് വരും? ബാലൻസ് ഉള്ള ബി എ ബി വരും. Okay, so this is how I am going to divide. See, dividing like ചില കാര്യങ്ങൾ ചിലപ്പോൾ you need to be very careful in dividing the languages. നമ്മൾ most of the cases നമ്മൾ ഈ യുവിനെ നമ്മൾ നള്ളാക്കി എടുക്കുന്നുണ്ട്, ബാക്കിയുള്ള രണ്ടെണ്ണത്തിനെ വെച്ചിട്ടാ കൊടുക്കുക. Okay, you can divide it however you want. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ. I am going to take it like this to make things easier. Okay, അപ്പൊ ഞാൻ യുവിനെ നള്ളാക്കി, v equal to a, w equal to b a b കിട്ടി. അപ്പൊ എന്റെ u v w, x equal to u v w. Okay, x will be അപ്പൊ എന്തായിരിക്കും? u എന്നുള്ള നള്ള് a b a b. ഓക്കെ, അപ്പൊ എന്റെ ഫസ്റ്റ് കണ്ടീഷനിൽ ഞാൻ u v w നെ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എന്താണ്? എന്റെ മോഡ് u v ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഓക്കെ, ഇത് ഈ ഒരു കണ്ടീഷൻ നമുക്ക് എപ്പോഴും അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യുവിനെ നള്ളാക്കി കൊടുക്കുന്നത്. ഓക്കെ, മോഡ് u v എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, മോഡ് u v അതായത് v equal to a, mod v equal to 1 അല്ലെ? 1 is definitely less than or equal to 3. അപ്പൊ ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. നമ്മുടെ ഇവിടെ 3 അല്ലേ? ഓക്കെ, ഇനി മോഡ് v should be greater than 0. മോഡ് v എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 1 is obviously greater than 0. അങ്ങനെ നമ്മുടെ തേർഡ് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഒരെണ്ണേ ഉള്ളൂ, u v raised to t w. ടിക്ക് ആദ്യം 0 കൊടുക്കുക. ലെറ്റ് ടി ഈക്വൽ ടു 0. അപ്പൊ യു വി റേസ് ടു 0 ഡബ്ല്യു, അതായത് യു ഡബ്ല്യു എന്ന് പറയുമ്പോ എന്താ വരിക? യു ഡബ്ല്യുവിൽ എന്താ വരിക? യു എസ് നൾ, ഡബ്ല്യു എസ് ബി എ ബി എന്നുള്ളത് ഈ പർട്ടിക്കുലർ ലാംഗ്വേജിൽ വരുന്നതാണോ? ബി എ ബി
യെസ് ഒബ്വിയസ്ലി ബി എ ബി വരും. എക്സ് എനിക്ക് നള്ളാക്കാം. എക്സ് കോമ വൈ എ ബി സ്റ്റാർ ആണ്. അപ്പൊ എക്സ് ഒന്നും ഇല്ലാതിരിക്കാം. അപ്പോഴും ബി എ ബി എന്റെ ഈ പർട്ടിക്കുലർ ലാംഗ്വേജിൽ ആക്സെപ്റ്റഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ ബി എ ബി കറക്റ്റ് ആയി. ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് വന്നു അല്ലെ. ഇനി ഞാൻ ടി ഈക്വൽ ടു 1 കൊടുക്കുകയാണ്. ടി ഈക്വൽ ടു 1 കൊടുക്കുമ്പോ എനിക്ക് എന്ത് കിട്ടും? യു വി ഡബ്ല്യു. യു വി ഡബ്ല്യു എന്ന് പറയുമ്പോൾ യു ഒന്നുമില്ല. വി ഡബ്ല്യു എന്ന് പറയുമ്പോൾ എ ബി എ ബി ഒബ്വിയസ്ലി അത് ലാംഗ്വേജിലുള്ളതാണ്. അപ്പൊ അത് കണ്ടീഷൻ കറക്റ്റ് ആയി. ഇനി ടി ഈക്വൽ ടു 2 കൂടി കൊടുക്കും. നമ്മൾ 3 കണ്ടീഷൻ എപ്പോഴും നോക്കണം കേട്ടോ. ചിലപ്പോൾ തേർഡ് വണ്ണിലേക്കാ തെറ്റിപ്പോവാ. ഓക്കെ, അപ്പൊ ടി ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു വി സ്ക്വയർ ഡബ്ല്യു. യു എന്ന് പറയുന്നത് ഒന്നുമില്ല, നള്ളാണ്. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ എ, ഡബ്ല്യു എന്ന് പറയുമ്പോൾ ബി എ ബി. എ എ ബി എ ബി എന്നുള്ളത് നമ്മുടെ ഈ ലാംഗ്വേജിൽ ആക്സെപ്റ്റഡ് ആവുകയാണതാണോ? എക്സിന് എ കൊടുത്തു, എക്സിന് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, അപ്പൊ എ എ എന്റെ എക്സിന് കൊടുത്തു, ബി എ ഓക്കെ, വൈ എന്നുള്ളത് ബി ആക്കി. ഒബ്വിയസ്ലി ദിസ് ഇസ് എ പാർട്ട് ഓഫ് ദ ലാംഗ്വേജ് അല്ലെ. ഈ ദിസ് string is also a part of the language. So since all these conditions are satisfied, our L is regular. L is a regular language. This is how you do it. I hope this is clear to you. Just make a note of this.